ഫസ്റ്റ് വീഡിയോയിൽ പകുതി ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതതിൻ്റെ കണ്ടിന്യൂഷനാണ്. ത്രൈ ആ ക്വസ്റ്റ്യനാണ് ലാസ്റ്റ് വീഡിയോയിൽ ഫുള്ളും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഫിയർ ആ കണ്ടിന്യൂ ചെയ്യാം നമുക്ക്. Lesen Sie die Texte in 3a und die Sätze in 3c und markern Sie alle Verben im Perfekt. Machen Sie dann eine Tabelle. അപ്പോൾ നമ്മൾ എന്തുവാണ് ഒരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ സൈഡിൽ. അപ്പോൾ അതിൽ നമുക്ക് ത്രൺബാരെ വെർബും ത്രൺബാരവും ത്രൺബാരെ വെർബും റെഗുലർ സെപ്പറബിൾ വെർബും നോൺ സെപ്പറബിൾ വെർബും ഏതൊക്കെയാണെന്ന് എഴുതെഴുതണം. അതിൽ തന്നെ എന്തുവാണ് റെഗുലർ വെർബാണോ ഇറഗുലർ വെർബാണോ അതും കൂടി ചേർത്ത് കണ്ടുപിടിച്ച് എഴുതണം കേട്ടോ. ഇപ്പോൾ നമ്മൾ പൊതുവേ ജർമ്മനിൽ എന്ന് പറയുമ്പോൾ കുറേ നമുക്ക് ടൈപ്പ് ഓഫ് വെർബുണ്ട്. റെഗുലർ വെർബ്, ഇറഗുലർ വെർബ്, ത്രൺബാരെ വെർബ്, ത്രൺബാരെ ത്രൺബാരെ എന്ന് പറയുമ്പോൾ സെപ്പറബിൾ നോൺ സെപ്പറബിൾ വെർബ്, മൊഡാൽ വെർബ്, സ്ട്രോങ് വെർബ്, വീക്ക് വെർബ്, അങ്ങനെ കുറേ വെർബ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പഠിക്കാനുണ്ട്. ഞാൻ എത്രത്തോളം റെസ്പോൺസ് കിട്ടുന്നു അത്രത്തോളം ഞാനും ചാപ്റ്റർ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഓണെ പ്രൊഫിക്സ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് പ്രൊഫിക്സ് ആണ് ത്രൺബാരെ, നിഷ്ട് ത്രൺബാരെ. ഇതിൽ ഉൺറീഗൽ മേഴ്സിക്കലും അതുപോലെ തന്നെ ഷ്രൈബൻ ഓണെ പ്രൊഫിക്സിലും ത്രൺബാരെ, നിഷ്ട് ത്രൺബാരെ. ആദ്യം നമുക്ക് ഈ ചാപ്റ്റർ ഈ ബോക്സ് ഒന്ന് വായിക്കാം. പെർഫെക്റ്റ്. യോണാസ് ഹാറ്റ് ഐൻ ഹോബി ഗെഫൗണ്ടൻ. യൂലിയ ഇസ്റ്റ് ഡുർക്ക് സ്പാനിയൻ ഗെറൈസ്റ്റ്. യോണാസിന് ഒരു ഹോബി അവന് കണ്ടുപിടിച്ചു. യൂലിയ എവിടേക്ക്? സ്പാനിയനിലേക്ക് ഗെറൈസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് എന്തുവാണ്? പ്രസൻറ്റ് പെർഫെക്റ്റിലാണ് എഴുതിയിരിക്കുന്നത്. പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റിലാണ് ഈ രണ്ട് സെൻറ്റൻസും എഴുതിയിരിക്കുന്നത്. പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് ഹാവൻ or sign plus object plus GE ചേർത്ത് ഇൻഫിനിറ്റീവ് ഫോമിൽ എഴുതണം. GE മെയിൻ വെർബിന് കണ്ടോ. യോണാസ് ഹാറ്റ് ഐൻ ഹോബി ഗെഫൗണ്ടൻ. ഫൗണ്ടൻ ആണ് ഇൻഫിനിറ്റീവ് ഫോം. ഫൗണ്ട് ചെയ്തു, കണ്ടുപിടിച്ചു. നമ്മൾ പെർഫെക്റ്റ് എഴുതുമ്പോൾ GE ചേർക്കണം. ഗെഫൗണ്ടൻ. ഇത് ഒൺറീഗൽ മേഴ്സിക്കെ എന്ന് വെച്ചാൽ ഇറഗുലർ വെർബ് ആയതുകൊണ്ടാണ് ഗെഫൗണ്ടൻ എന്ന് വന്നിരിക്കുന്നത്. അടുത്ത ഇറഗുലർ വെർബ് ഗെറീസ്റ്റ്. അപ്പോൾ ഇറഗുലർ വെർബ് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ GE പ്ലസ് വെർബ് സ്റ്റെം പ്ലസ് T ചേർക്കണം. റെഗുലർ വെർബിലും യൂലിയ ഇസ്റ്റ് ഡുർഗ് സ്പാനിയൻ ഗെറീസ്റ്റ്. അപ്പോൾ ഒരു മൂവ്മെൻ്റ് ഉണ്ട് അവിടെ. ഇപ്പോൾ മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടം എന്ന് പറയുന്നത് സൈൻ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ. അടുത്ത് ഹാബൻ സെയിൻ പാർട്സിപ്സ് വൈ ഫോമിൽ റീഗൽ മേഴ്സിക്കെ വെർബൻ വരുമ്പോൾ ഷീസ്റ്റ് ഗെറീസ്റ്റ് പാസിയർട്ട് T ചേർന്ന് വരും. ഫ്രണ്ടിൽ GE ചേരും. ഉൺറീഗൽ മേഴ്സിക്കെ വെർബന് ഗെഫൗണ്ടൻ ആണ്. അപ്പോൾ എർ പ്ലസ് ഹാറ്റ് ഓർ വാർട്ട് ചേർത്ത് GE പ്ലസ് N ആണ് വരണം. അപ്പോൾ ഈ വേർഡ്സ് വെച്ച് നോക്കുമ്പോൾ ഇതിൽ റെഗുലർ വെർബിൽ പാസിയറൻ, ഇസ്റ്റ് പാസിയർട്ട്, ലേണൻ, ഹാറ്റ് ഗെലൻറ്റ്. ത്രൺബാരെ വെർബ് ഗെലൻ ഗെലൻറ്റ്. നിഷ്ട് ത്രൺബാരെ വെർബ് ബീൻഡൻ, ഹാറ്റ് ബീൻഡറ്റ് എന്ന് വന്നു. ഓക്കെ. പെർഫെക്റ്റ് ഉൺറീഗൽ മേഴ്സിക്കെ വെർബൻ സ്ട്രൈബൻ. ത്രൺബാരെ വെർബ് വെയിറ്റർ ഗെസുങ്ങൻ ഗെറീസ്റ്റ്. നിഷ്ട് ത്രൺബാരെ വെർബ്. അടുത്ത് വി ബിൽഡഡ് മാൻഡസ് പെർഫെക്റ്റ് നിയറർ സ്പ്രാഗെ വെർഗ്ലീഷൻസി. അപ്പം നമ്മൾ ലാംഗ്വേജിലുള്ള സെപ്പറബിളും അൺസെപ്പറബിൾ വെർബും കുറച്ച് ജർമ്മനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതണം. വാസ് ഹാറ്റ് ഗ്രേറ്റ letztes Jahr gemacht, hören Sie und ordnen Sie die Bilder in die Richtes Regnen Volkes sprechen Sie dann so zweit. ഈ ഹോറൻ കേട്ടിട്ടാണ് ഇതിൻ്റെ ആൻസർ എഴുതേണ്ടത്. അടുത്ത്
ഞാനതിൽ ഹോറൻ കേട്ടിട്ടാണ് ഈ ആൻസർ എഴുതിയിരിക്കുന്നത്. അല്ലെന്ന് വെച്ചാൽ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് നമുക്കിങ്ങനെ ഔട്ടിങ്ങിന് പോകാം, ഹോക്ക് സൈറ്റ് ഔട്ടിങ്ങിന് പോകണം എന്നൊക്കെ ചോദിക്കും. കുറച്ച് ഫ്രൈ സൈറ്റ് എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നതൊക്കെ ചോദിക്കുന്നതായിരുന്നു. അടുത്ത ഡേ എന്ന് പറയുന്നതാണ് വാസ് ഹാപ്പൻ സി ലെസ്റ്റർ സി അറിയമാക് ഷ്രൈബൻ സി einen ടെക്സ്റ്റ് ടു ബി ഇൻ 3 Jahr sie können auch über eine Fantasiejahr schreiben. അപ്പോൾ 3 ആയില്ലേ? നമ്മൾ നേരത്തെ ഉള്ളതിൽ പഠിച്ചേ. ലാസ്റ്റ് ഇയർ എനിക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു, ഞാൻ അത് ചെയ്തു. ലാസ്റ്റ് ഇയർ എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഇയർ ഞാൻ എൻ്റെ എക്സാം കംപ്ലീറ്റ് ചെയ്തു. ലാസ്റ്റ് ഇയർ എൻ്റെ ജർമ്മൻ ഞാൻ ജയിച്ചായിരുന്നു. ലാസ്റ്റ് ഇയർ ഞാൻ അത് എന്തൊക്കെ സംഭവിച്ചോ അതൊരു പാര പോലെ എഴുതണം. എന്നിട്ട് പാർട്ടിസിപ്സ് യൂസ് ചെയ്ത് എഴുതണം. ഓഷ്പ്രാഗെ ഇതും ഒരു ഹ്യോറനാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ അതിലിങ്ങനെ ആ ഹ്യോറൻ കേട്ടിട്ട് എന്നിട്ട് ഓഷ്പ്രാഗെ ഒരു കോൺടാക്സ്റ്റ് കേട്ടിട്ട് ഹ്യോറൻസി ഇഷ്വി ഇസ് ഓർഡർ വി ഇൻ ആക്ട് ഗെറൂസൻസി അത് ക്രോസ് ചെയ്യണം. അപ്പം ഞാൻ എഴുതിയിട്ടാണ് ക്രോസ് ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മൾ പ്രൊണൗൺസിയേഷനാണ് വി ഇഷ് എന്നുള്ളതും വി ആക്ട് എന്നുള്ളതും എങ്ങനെയാണ് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നതെന്നുള്ളതാണ് എക്സസൈസ് ഉദ്ദേശിക്കുന്നത്. അടുത്തെന്ന് പറയുമ്പോൾ ഓർഡിനൻസ് ദി വാട്ടർ ഇൻ ദി ടെബിളിലെ ഹ്യോറൻസി ഡൻ സ്യൂർ കൺട്രോൾ ഇതൊരു ഹ്യോറനാണ്. അപ്പോൾ അത് കേട്ടിട്ട് നമ്മൾ എഴുതാനുള്ളതാണ്. എൻ്റെ ആൻസർ ഇത് എഴുതിയിരിക്കുക. വൈ ഈഷ് ഡോയ്ഷ് പ്രഗൻ മൺഷ്മാൽ വിലൈസ്റ്റ് ബുഹർ വി ആക്ട് എന്ന് പറയുമ്പോൾ വഗണൻ്റെ സ്പ്രഗ് ഹോക്സൈറ്റ് സൂക്ക് കുഹൻ. ഇതെന്ന് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന ബോക്സ് എന്ന് പറയുമ്പോൾ നാഗ് ആ ഉ യു und ഔ ബീൻ ആക്ട് നാഗാലൻ അന്തേരൻ വോക്കലൻ ഉണ്ട് കൺസോണേറ്റൻ വി ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ പ്രൊണൗൺസ് ചെയ്യണമെന്നുള്ളതാണ്. അടുത്തെന്ന് പറയുമ്പോൾ വോൾട്ട് ഇയർ കോമൺ വിൽ യു കം എൻ്റെ കൂടെ വരുന്നുണ്ടോ ഉള്ളത്. ഇതൊരു പാസ്റ്റ് ഫോമാണ്. വിൽ ഇയർ കോമൺ നിങ്ങളെല്ലാവരും വരുന്നുണ്ടോ. ഇയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ന്. വിൽ യു കം അത് സെക്സ് എക്സസൈസ് നോക്കുമ്പോൾ സാഗൻസി ദി ഫോട്ടോസ് ആൻഡ് വോയിസ്ഡ് ബെൻ വാസ് മാർക്സ്ഡ് എർ പ്രഗ്നൻസി ഇൻ കോഴ്സ്. ഈ ഫോട്ടോസ് കണ്ടിട്ട് ബെൻ എവിടെയാണ് ഇരിക്കുന്നത്, അവൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും. ഫസ്റ്റ് പിക്ചർ എന്ന് പറയുമ്പോൾ ഇഷിസ്റ്റ് സോ ഷ്യോൺ ഇൻ ഉബർസ്റ്റ് ഡോർഫ് ആബർ മോർഗൻ ഫോർ ഇഷ്വീർ സുറൂക്ക് എന്ന് പറയുമ്പോൾ എന്താണ് മറ്റേ ഊബ്സ്റ്റിൽ വരുമ്പോൾ നല്ല ഒരു എന്തുവാണ് ഫീഡർ സുറു കം ബാക്ക് എന്ന് വെച്ചാൽ ഏർലി മോർണിംഗ് നല്ല സീസണാണ് ഊബ്സ്റ്റിൽ. പിന്നെ എന്തുവാണ് വി ക്യാൻ നൈൻസ് അഗെയിൻ വോൾട്ടിൻ മോർഗൻ ആബൻ കോമൺ എസ്കേപ്റ്റ് സ്പെഷ്യലൈറ്റൻ ഓസ്റ്റം ആൽഗോ. അടുത്തെന്ന് പറയുമ്പോൾ ലൈസൻസ് ചെയ്ത നാഗ്രസ്റ്റിൻ നാഗ്രസ്റ്റിൻ വോൺ ബീനസ് ബെൻസ് ഫ്രോയിൻഡൻ ഓർഡിനൻസി ബെൻസ് ആൻവോട്ടൻ സോ ആവർ സിഗർ കൈൻ പ്രോബ്ലം ഉണ്ട് ബ്രിങ് ഇതൊരു ഹ്യോറിനാണ്. കേൾക്കുമ്പോൾ ഇതിൻ്റെ ആൻസർ ഇപ്പോൾ എഴുതാൻ പറ്റും. ഓ ഡെഷിസ്റ്റ് ആബർ ഷെയ്ഡ് വാഷസ്റ്റ് ആൻഡ് ലോസം. ഒരു കോൺവെർസേഷൻ അവർ ഈ ഹോറനിൽ സംസാരിക്കും കേട്ടോ. അപ്പോൾ അതിൽ ഡയലോഗ്സ് ഏതാണ് അവർ ആദ്യം പറയുന്നത്, സെക്കൻഡ് പറയുന്നത് അതാണ് കേട്ടോ. ആബർ സിഗർ കൈൻ പ്രോബ്ലം ബട്ട് ദിസ് ഇസ് നോ പ്രോബ്ലം ടൈഗ മിറ്റ്. ഓ ഡെഷിസ്റ്റ് ആബർ ഷെയ്ഡ് ദിസ് ഇസ് ടു ബാഡ് വാഷസ്റ്റ് ആൻഡ് ലോസ്. അപ്പോൾ എപ്പോൾ വരുമെന്ന് ഞാൻ ആലസ്റ്റ കോം ഐൻ ഫാഗ് ഗുഡ് ഗെസ് ആക്ട് കുർസ്ഫോമൻ ഇൻ നാക്ടറിസ്റ്റ് മാഗിഷ് ക്ലോമെഗൻ ലാങ്നിസ്റ്റ് വിസയൻ ആലസ്ഡ. അടുത്തെന്ന് പറയുമ്പോൾ 3 മെസ്സേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെസ്സേജ് ആദ്യം നമ്മൾ വായിച്ചിട്ട് ഈ താഴെ ഇരിക്കുന്നുണ്ട് വാസ് പാസ്റ്റ് സുസാമൻ ഓർഡിനൻസീസ് വാട്ട് ഫിറ്റ്സ് ടുഗെദർ. അതാണ് വാസ് പാസ്റ്റ് ഫില്ലിങ് ദി മാച്ച് ദ ഫോളോയിങ് ആണ് ഇത് കേട്ടോ. നമ്മൾ ഏറ്റവും എന്ന് പറയുമ്പോൾ കുറേ മാച്ച് ദ ഫോളോയിങ് ഫില്ലിങ് ദ ബ്ലാങ്ക്സും ഇതൊക്കെ കാണത്തുള്ളൂ. കണക്ഷൻ വേർഡും പാസ്റ്റൊക്കെയാണ് പഠിക്കുന്നത്.
A1 എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊക്കെയാണ് വെർബ്, എന്താണ് നോമിനേറ്റീവ്, അക്യൂസേറ്റീവ്, ഡാറ്റീവ്, ഗെനിറ്റീവ്, കേസസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ആർട്ടിക്കിൾസ് ആണ് യൂസ് ചെയ്യുന്നത്, സിമ്പിൾ ആയിട്ടുള്ള വേർഡ് ഫോർമേഷനാണ് പഠിക്കുന്നത് പ്രസൻറ്റ് ടെൻസ് ഒക്കെ. A2 എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസിലേക്ക് വരുന്നുണ്ട്, ഇന്നലെ എന്തൊക്കെ സംഭവിച്ചു അതൊക്കെയാണ്. അപ്പോൾ നമുക്കിതൊന്ന് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് ഇതിൽ ഫെലിക്സ് ലാങ് നിഷ്ട് ഗെസെയൻ കൊമെ ഗൺ ഗൺ ഇഷ്വർ മിഡ്ബ്രിങ്ങൻ വിസ് ഹോയ്റ്റ് ആവൻ ബൈഡിയർ എന്ന് വെച്ചാൽ നിന്നെ കണ്ടിട്ട് ലോങ് ഡേയ്സ് ആയി, നീ എൻ്റെ കൂടെ വരുമെന്ന്, നമുക്കൊന്ന് മീറ്റ് ചെയ്യാമെന്ന്. അടുത്ത മാർവിൻ എന്ന് പറയുമ്പോൾ ഇഷ്കാൻ റെസ്റ്റ് സ്പാറ്റർ മുഷാർ ബൈറ്റൻ ഊബർ സ്റ്റുണ്ടൻ ഇസ്റ്റേഴ്സ് ഔ ഓഹെ മാഗിഷും ഡാങ്കി ഫോർ ദി ഐൻലാഡും ഇഷ്കാൻ ലൈഡർ നിഷ്ടം ഫാട്ടറിസ്റ്റ് ക്രാങ്ക് ബെസുകി മൈനൻ ഫാട്ടർ എർ ഹാഡ് ദി ക്രിപ്പെ. അപ്പോൾ ഇത് എഴുതാം. ബെൻ ഷ്രൈപ്ഡ് ഡെൻ ഫ്രോയിൻഡ് ഇൻ വൈൽ ബിക്കോസ് വൈൽ യൂസേജ് ആണിത് കേട്ടോ. ഞാൻ വേണമെങ്കിൽ A2 ഗ്രാമർ മാത്രമായിട്ട് ഒരു വീഡിയോ എടുക്കാം. ഒറ്റ വീഡിയോയിൽ A2 എല്ലാ ഗ്രാമറും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൽ കാണും, സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ബെൻ ഷ്രൈപ്ഡ് ഡെൻ ഫ്രോയിൻഡ് ഇൻ, ബെൻ എഴുതുവാണ് ഫ്രണ്ടിന് എന്ത്, വെയിൽ എർസീസും എസൻ ഐൻലാഡൻ വിൽ, നമുക്ക് ഒന്നിച്ച് ഫുഡ് കഴിക്കാം, അതിന് വേണ്ടി അവനൊരു ഇൻവിറ്റേഷൻ, ഒരു മെയിൽ അയക്കുവാണ്. വൈൽ ബിക്കോസ് എർസീസും എസൻ ഐൻലാഡൻ വിൽ ഫെലിക്സ് കോം ടു ഗേൺ, ഫെലിക്സ് വരുന്നതിൽ സന്തോഷമാണ്. എന്തുകൊണ്ട്, വൈൽ എർബൻ ലാങ് നിഷ്ട് ഗെസെയൻ ഹാറ്റ്, അവർ ലോങ് ടൈമായിട്ട് അവർ മീറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അവർ വരുന്നതിൽ സന്തോഷമാണ്. അപ്പോൾ അതിൻ്റെ ആ ഓപ്ഷൻ ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. മാർവിൻ കോം ടു സ്പാറ്റർ വൈൽ എസ് അർബൈറ്റൻ മുസ്, മാർവിൻ വരുമ്പോൾ സ്പാറ്റർ എന്ന് പറയുമ്പോൾ ഇച്ചിരി ലേറ്റ് ആവും. ലേറ്റ് അതെന്താണെന്ന് വെച്ചാൽ അവന് വർക്കുണ്ട്, അവന് മസ്റ്റായിട്ട് വർക്ക് ചെയ്യണം. മാർവിൻ ബ്രിങ് ടു സൈനർ ഹുണ്ട് മീറ്റ്, മാർവിൻ വരുമ്പോൾ അവൻ്റെ ഹുണ്ട് പട്ടീനെയും കൂടി കൊണ്ടുവന്നു. എന്തുകൊണ്ട്, വൈൽ ബിക്കോസ് ബെൻ ഇൻ ഗേൺ മാഹ്, അവന് ബെന്നിന് പട്ടി ഭയങ്കര ഇഷ്ടമാണ്. ലിയ ക്യാൻ നിഷ്ട് കോമൺ, ലിയ വന്നില്ല. എന്തുകൊണ്ട്, വൈൽ സീയറൻ ഫാട്ടർ ബെസുക്റ്റ്, ഒക്കെ അവളുടെ അച്ഛനെ കാണാൻ പോകണം, അതുകൊണ്ട് വന്നില്ല. അപ്പം അങ്ങനെ ഇതാണ് ഇതിൻ്റെ മാച്ച് ദ ഫോളോയിങ്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ഇതാണ് ബേ മാർക്കർ ആൻഡ് സീതി, ഇതൊരു ഹോറൺ ആണ്. അപ്പോൾ ഇത് കേട്ടാൽ നമുക്ക് ഫിൽ ചെയ്യാൻ പറ്റും, എന്നാലും ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. മാർക്കർ ആൻഡ് സീതി വെർബൻ ഇൻ സ്വൈ ആ ആൻഡ് എർഹാൻസൻ. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് എഴുതിയില്ലേ, മാച്ച് ദ ഫോളോയിങ്, അപ്പോൾ അത് വെച്ചാണ് ഇത് എഴുതേണ്ടത്. മാർക്കർ ആൻഡ് സീതി വെർബൻ ഇൻ സീബൺ ആ und erhansen sie dann die Nebensätze mit weil, wo stehen die Verben in Hauptsatz im Nebensatz. അപ്പോൾ ഇതിൽ മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും എന്തൊക്കെയാണെന്ന് എഴുതണം. അപ്പോൾ നമ്മൾ അതൊന്ന് നോക്കിയിട്ട് വരാം. സീബൺ ആ എന്താണെന്നുള്ളത്, അതെന്തെന്ന് വെച്ചാൽ എന്തുവാണ്, ബെൻ ഷ്രൈപ്ഡ് ഡെൻ ഫ്രോയിൻഡ് ഇൻ, ബെന്ന് ഫ്രണ്ടിന് ഒരു ലെറ്റർ എഴുതുന്നു, എന്താണ്, നമുക്കൊന്നിച്ച് കഴിക്കണം. വൈൽ എർസീസും എസൻ ഐൻലാഡൻ, ഇതേ ഓപ്ഷനും. ഫെലിക്സ് കോം ടു ഗേൺ, സന്തോഷമായിട്ടാണ് വരണത് ബെന്നിനെ കാണാൻ, എന്നു വെച്ചാൽ ഈ ഓപ്ഷനാണ്. വൈൽ എർബൻ ലാങ്കെ നിഷ്ട് ഗെസെയിൻ, അവർ ലോങ് ടൈമായിട്ട് അവർ മീറ്റ് ചെയ്തിട്ടില്ല. മാർവിൻ കോം ടു സ്പാറ്റർ, മാർവിൻ ഇത്തിരി താമസിച്ചാണ് വരണം. എന്തുകൊണ്ട്, വൈൽ അർബൈറ്റൻ മൂസ്, അവന് എന്താണ് മസ്റ്റായിട്ട് വർക്ക് ചെയ്യണം. മാർവിൻ ബ്രിങ് ടു സൈൻ ഹുണ്ട് മീറ്റ്, മാർവിൻ വരുമ്പം ഇവിടെ പട്ടിയും കൊണ്ടാണ് ബെന്നിനെ കാണാൻ വരുന്നത്, അത് എന്തുകൊണ്ട് ബേ ആണ്. ബെന്നിന് പട്ടീനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ലീ കാൺ നിഷ്ട് കൊമ്മൺ, ലിയാക്ക് വരാൻ പറ്റണില്ല, അവൾക്ക് അവളുടെ അച്ഛനെ കാണാൻ പോകണം. ഈ ഓപ്ഷൻ. വൈൽ സീറൻ ഫാട്ടർ ബിസൂഫ്റ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ മെയിൻ ക്ലോസ് ഏതാണ്, സബോർഡിനേറ്റ് ക്ലോസ് ഏതാണെന്ന് എടുത്തെഴുതണം. മെയിൻ ക്ലോസ് എന്ന് പറയുമ്പോൾ ഈ ഫസ്റ്റ് തന്നിരിക്കുന്ന കോണ്ടെക്സ്റ്റ് എല്ലാം മെയിൻ ആണ്. ഈ സെക്കൻഡിൽ വൈലിന് ശേഷം വന്നിരിക്കുന്നതെല്ലാം സബോർഡിനേറ്റ് ക്ലോസ് ആണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ. അപ്പോൾ അതുപോലെ ഇവിടെ എടുത്ത് എഴുതണം കേട്ടോ. ഇവിടെ കണ്ടോ, Nebensätze mit while it was begründet to find ആണ്. Hauptsätze Lia kann nicht kommen, Ben schreibt den Freundin, Felix kommt gern. ഇതൊക്കെ Hauptsätze ഫസ്റ്റ് ആണ്. Hauptsätze 2 എന്ന് പറയുമ്പോൾ sie besucht ihren Vater, will sie einladen, hat Ben lang nicht gelesen. Hauptsätze
ലിയ ക്യാൻ നിസ്റ്റ് കൊമ്മൺ, ബെൻ സ്ട്രൈപ്ഡ് ആൻഡ് ഫ്രോയിൻഡ്, വൈൽ അതുണ്ടോ നേബൻ സാൻഡ്സ് ബെസൂക്റ്റ് എഴുതിയിരിക്കുന്നുണ്ടോ ഫുള്ളായിട്ട്. ലിയ ഗൺ നിസ്റ്റ് കൊമ്മൺ, വൈൽ ബിക്കോസ് ഷീയർ ആൻഡ് ഫാട്ടർ ബെസൂക്റ്റ്, ബെൻ സ്ട്രൈപ്ഡ് ആൻഡ് ഫ്രോയിൻഡ് വൈൽ എർ സി സുസാമൺ ഐൻലാഡൻ, ഫെലിക്സ് കോംഡ് ഗൺ വൈൽ എർ ബെൻ ലാംഗ്ലിഷ് ഗെസെയിൻ ഹാറ്റ്, വൈൽ സബ്ജക്റ്റ് സാറ്റ്സൻ്റെ വെർബ്. അടുത്ത ക്വസ്റ്റ്യന് വാസ് പാസ്റ്റ് സുസാമൻ ഓർഡനൻ സി സു ഉണ്ട് ഷ്രൈബൻ സി സാറ്റ് സി മിറ്റ് വൈൽ. ഇത് നമുക്കൊരു ഹ്യോറൻ കേൾക്കേണ്ടതാണ് കേട്ടോ. എന്തായാലും അല്ല സോറി, ഇപ്പം നമ്മൾ ഈ മാച്ച് ദ ഫോളോയിങ് എഴുതിയില്ലേ, അപ്പോൾ അത് വെച്ചാണ് ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ഫില്ല് ചെയ്യേണ്ടത്. ബെൻ ഇതിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ബെൻ ഫിൻജഡ് ഇൻ സ്വിസ്, അവന് എന്ത് കാണുമ്പോഴാണ് സന്തോഷമായിരുന്നു. എർ മ്യോസ്റ്റെ മിറ്റ് സൈനൻ ഫ്രോയിൻഡൻ എസൻ, എർ മുസ് ലാംഗെ ഇൻ ബ്യൂറോ ബ്ലൈബൺ, ബെൻ ഹാറ്റ് ഗെനുക് എസൻ ഗെഹൗഫ്റ്റ്, ഫാട്ടർ ഇഷ്ട ക്രാങ്ക്. ഇങ്ങനെയാണ്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ 6 ഓപ്ഷൻസ് ഉണ്ട്, പോയിന്റ്സ്. അപ്പോൾ അതിനനുസരിച്ച് അത് ആഡ് ചെയ്ത് എഴുതണം. ബെൻ ലാഡിഡ് സൈനി ഫ്രോയിൻഡിൻ ഐൻ, ബെൻ എന്തിനാണ് അവൻ്റെ ഫ്രണ്ടിനെ വിളിച്ചതെന്ന്. കഴിക്കാനല്ലേ. എർമിയോസ്റ്റെ മിഡ്സൈനൻ ഫ്രോയിൻഡൻ ഐസൻ, അവർ കുറേ ദിവസമായിട്ട് കണ്ടില്ല അതുകൊണ്ട്. ബെൻ ഹാറ്റ് ഫീലെ അൺകൗഫ്ഡ്, ബെന്ന് കുറേ വാങ്ങിച്ചു. എന്തുകൊണ്ട്? എർമിയോസ്റ്റെ മിഡ്സൈനൻ ഫ്രോയിൻഡൻ ഐസൻ, ഫ്രണ്ടിൻ്റെ കൂടെ കഴിക്കണം. മാർവിൻ നിംറ്റഡ് ആൻഡ് ഹോണ്ട് മീറ്റ്, എന്തുകൊണ്ട് മാർവിൻ പട്ടിനെ കൊണ്ടുപോയി. ബെൻ ഫിൻഡഡ് ഇൻ സ്വിസ്, ബെന്നിന് അത് ഭയങ്കര ഇഷ്ടമാണ്. മാർവിൻ കോൺടെസ്റ്റ് ആക്ട്. എർമുസ് 8 മണിക്ക് മാർവിൻ വരത്തുള്ളൂ. എന്താ വെച്ചാൽ എർമുസ് ലാങ് ഇൻ ബ്യൂറോ ബ്ലൈബൺ, അവന് കുറേ സമയം എവിടെ ബ്യൂറോയിൽ തന്നെ ഇരുന്നു. അടുത്ത് ലിയ ക്യാൻ ലൈഡർ നിസ്റ്റ് കൊമൺ, ലിയയ്ക്ക് വരാൻ പറ്റൂല, അവൻ്റെ ഫാട്ടറെ കാണാൻ പോകണം. ഫാട്ടർ ഇഷ്ട ക്രാങ്ക്, ഫെലിക്സ് ബ്രിങ് നിസ്റ്റ് മിറ്റ്, ബെൻ ഗെനു കേസൻ ഗെഹോഫ്റ്റ്.